ജീവിതത്തിൽ ഓരോ മനുഷ്യനും താൻ എടുക്കുന്ന തീരുമാനങ്ങൾ സ്വന്തം തീരുമാനങ്ങളെന്നാണ് വിശ്വസിക്കുന്നത്. ഏത് കോളേജിൽ പഠിക്കണം, ഏത് ജോലി തിരഞ്ഞെടുക്കണം, എവിടെ താമസിക്കണം, ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്, ഈ തീരുമാനങ്ങളൊക്കെ സ്വന്തമായി എടുത്തതാണെന്നാണ് മിക്കവരുടെയും വിശ്വാസം. പക്ഷേ ആ തീരുമാനങ്ങൾ നിങ്ങളറിയാതെ മറ്റാരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ? കേരളത്തിലെ ആയിരക്കണക്കിന് യുവാക്കളുടെയും യുവതികളുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഒരു സാധാരണ വിവാഹത്തിൻ്റെ കഥയല്ല, ഒരു കുടുംബത്തിൻ്റെ കഥയുമല്ല. വർഷങ്ങളായി കേരളത്തിലെ അവിവാഹിതരെ കണ്ടെത്തി നിരീക്ഷിച്ച് ശരിയായ സമയം കാത്തിരുന്ന് ഒരു വലയിലേക്ക് പതിയെ വീഴ്ത്തിക്കൊണ്ടിരുന്ന ഒരു രഹസ്യ സംഘടനയുടെ കഥ. അത് നയിച്ച ഒരു സാധാരണ വീട്ടമ്മയുടെ കഥ. ഒടുവിൽ പൊന്നുപോലെ വളർത്തിയ തൻ്റെ ഒരേ ഒരു മകൻ തീവ്ര വൈരാഗ്യബുദ്ധിയോടെ ഈ സംഘടനയെ എതിർക്കാനുള്ള കരുക്കൾ നീക്കിയപ്പോൾ അത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്ന ഒരു അമ്മയുടെ കണ്ണീരിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഏണീഗ്രഹണം എന്ന് അറിയപ്പെടുന്ന ഈ സംഘടന പലരും കരുതിയിരുന്നത് വെറുമൊരു വാട്സപ്പ് ഗ്രൂപ്പാണെന്നാണ്. ചിലർ പറഞ്ഞു ഫേസ്ബുക്ക് ഗ്രൂപ്പ്, ചിലർ പറഞ്ഞു മാരേജ് ബ്യൂറോ. കേസ് ഫയൽ നമ്പർ 127 എഞ്ചിനീയർ, കേസ് ഫയൽ നമ്പർ 311 ഡോക്ടർ, കേസ് ഫയൽ നമ്പർ 428 ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കേസ് ഫയൽ നമ്പർ 503 ഗവൺമെൻറ് എംപ്ലോയി. ഫയലുകൾ ഒന്നിനു പുറകെ ഒന്നായി അടഞ്ഞുകൊണ്ടിരുന്നു. കാരണം അവർ ഒന്നൊന്നായി വിവാഹിതരാവുകയായിരുന്നു. കഴിഞ്ഞില്ലല്ലേ? ഓർമ്മയുണ്ടല്ലോ അല്ലേ ഏണീഗ്രഹണത്തിന്റെ 1-ാം പ്രമാണം? ഒരുത്തനെ പിടിച്ച് കെട്ടിച്ചാൽ മാത്രം നമ്മുടെ മിഷൻ തീരുന്നില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായി അവർക്ക് ചോറൂണ് കഴിഞ്ഞ് സ്കൂളിൽ വിടുന്നത് വരെ നമ്മൾ ടാർഗറ്റിനെ വേട്ടയാടിക്കൊണ്ടിരിക്കണം. അതെ മാഡം, നമ്മുടെ മുൻപത്തെ ഇര ശരത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുക. കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുമായി. ഇപ്പോൾ പുള്ളി പൂർണ്ണമായും നമ്മുടെ നിരീക്ഷണത്തിലാണ്. കിഴക്കിലത്തെ ഗേറ്റിൽ നിന്ന് വീട് വരെ പോലും ഓടാത്ത അവനൊക്കെ മകന്റെ സ്കൂളിൽ ഒരു കസേരയ്ക്ക് വേണ്ടി നെട്ടോട്ടോടുന്ന കാണുമ്പോഴാ ആ ഒരു ആശ്വാസം. മാഡം, അപ്പോ ആ ദ്യുതിയെ കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അതെന്താ മാഡം? ദ്യുതി ഒരു ബാച്ചിലർ ആയിരുന്നില്ലേ? അജയേട്ടന്റെ കുട്ടിയാ. ഓൾറെഡി അത് തന്നെ വലിയൊരു കഷ്ടപ്പാടാ. കഷ്ടപ്പെടുന്നവരെ വീണ്ടും കഷ്ടപ്പെടുത്താൻ അതിൽ ഈ അജിതയ്ക്കൊരു ത്രില്ലില്ല. അത് പോട്ടെ, ശരത്ത് നമ്മുടെ വലയിൽ വീണു. പക്ഷേ ഏണീഗ്രഹണത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ 2 പരാജയങ്ങൾ, എൻ്റെ കൺമുന്നിലൂടെ വഴുതിപ്പോയ 2 കേസസ്, ആ വിഷ്ണു ശങ്കരനും ശ്യാമയും. മാഡം, നമ്മൾ അവരെ അത്രയും ഫോളോ ചെയ്തതല്ലേ? എന്നിട്ടെന്തായി? നമ്മൾ അവർക്ക് വേണ്ടി 3 പ്രപ്പോസൽസും 2 ജാതകവും നോക്കി, 4 കുടുംബങ്ങളെ കോണ്ടാക്ട് ചെയ്തു, കേണി ഒരുക്കി കാത്തിരുന്നതാ. പക്ഷെ അവർ സ്വന്തം നിലയ്ക്ക് പ്രേമിച്ച് കണ്ടുപിടിച്ചു. അങ്ങ് സ്ലിപ്പായി പോയി. എൻ്റെ കരിയറിൽ വലിയൊരു ബ്ലാക്ക് മാർക്കാണത്. അന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്: പ്രണയിക്കുന്നവരെ പിടിക്കാൻ പറ്റില്ല, പ്രണയിക്കാൻ അവസരം കിട്ടാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. മാഡം വിഷമിക്കണ്ട. പിന്നെ ആ ഉണ്ണിക്കുട്ടുണ്ടല്ലോ, അവൻ നമ്മുടെ ഫയലിൽ പെട്ടില്ലെങ്കിലും നിരീക്ഷണത്തിലുണ്ട്. ഉണ്ണിക്കുട്ടൻ അവൻ എൻ്റെ കയ്യിൽ നിന്നെങ്കിലും കിട്ടിയ പണി മുട്ടം പണിയാ. അതുകൊണ്ട് അവനെ നേരിട്ട് പൂട്ടാൻ പറ്റിയില്ലെന്നുള്ള സങ്കടം എനിക്കില്ല. പണി എൻ്റെ വകയായാലും മറ്റവൻ്റെ വകയായാലും നമുക്ക് പണി കിട്ടിയാൽ പോരെ. ഹിന്ദിയിൽ പറയും ജീവൻ ഖുദാ ഹോനാ ചാഹിയേ. അപ്പൊ ആ ശ്രീകുട്ടനും സാവിത്രിയോ? അവരാണ് ആർക്കും പിടികൊടുക്കാണ്ട് ഫ്രീ ആയി നടക്കണത്.
അവരെ ചില പരിപാടികളിൽ മാത്രം കാണാം. കല്യാണത്തിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും രണ്ടുപേരും वो दोनों गायब हो जाता है. ഹാ. ഹോ. ഞാൻ അവരെ അധികം വൈകാതെ പിടിക്കും. മോൻ വിചാരിക്കുന്നുണ്ടാകും സാവിത്രിയെ തൊടാൻ പാടാണെന്ന്. അവളുടെ അമ്മ ആ KP പറഞ്ഞ് പേടിപ്പിക്കാനുള്ള കളികളെല്ലാം ഈ അജിതയ്ക്ക് നന്നായിട്ട് അറിയാം. ഒരൊറ്റ വാട്സാപ്പ് ഫോർവേഡ് മെസ്സേജ്, അതോടെ KP സാവിത്രിയെ കെട്ടിക്കാൻ ഇറങ്ങിക്കോളും. അപ്പോൾ നമ്മുടെ ട്രോളൻ ദീപുവിന്റെ കാര്യമോ മാഡം? അവൻ നമ്മുടെ നീക്കങ്ങളെല്ലാം മണത്തു പിടിക്കുന്നുണ്ട്. അവൻ ഒരു റിബലാ. വോ റിബൽ ഹേ. വിഷ്ണു ശങ്കറിന് ശ്യാമി രക്ഷപ്പെട്ട പോലെ ദീപു രക്ഷപ്പെടില്ല. അവനാണ് ഈ ഏജൻസിയുടെ നെക്സ്റ്റ് വെല്ലുവിളി. ഇന്നത്തെ റിപ്പോർട്ട്. മാഡം, ഓപ്പറേഷൻ മുഹൂർത്തം കംപ്ലീറ്റഡ്. ഇനീഷ്യൽ റെസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. ടാർഗറ്റ് റിപ്പീറ്റഡ്ലി യൂസ്ഡ് സെൻറ്റൻസ്. കുറച്ചും കൂടി കാരിയറിൽ ശ്രദ്ധിക്കട്ടെ. കൗണ്ടർ മെഷേഴ്സ്. ഫേസ് 1 അമ്മയുടെ കണ്ണുനീർ. ഫേസ് 2 അച്ഛൻ്റെ നെടുവീർപ്പ്. ഫേസ് 3 ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. ഫേസ് 4 ഒരു ജാതകം, 2 ഫോട്ടോ, 3 ബന്ധുക്കൾ. മിഷൻ കംപ്ലീറ്റഡ്. ഗുഡ്. ക്ലോസ് ദ ഫയൽ. മാഡം, ഓപ്പറേഷൻ കാപ്പിക്കുടി കംപ്ലീറ്റഡ്. ഡീറ്റെയിൽസ്. ടാർഗറ്റ് പറഞ്ഞു, എനിക്ക് അറേഞ്ച് മാരേജ് വേണ്ട, ഞങ്ങൾ കാപ്പി കുടിക്കാൻ വരണമെന്ന് പറഞ്ഞു. കാപ്പി കുടിച്ചു, 2 മണിക്കൂർ സംസാരിച്ചു. ഇന്നലെ എൻഗേജ്മെന്റ്, നാളെ സേവ് ദ ഡേറ്റ്. എക്സലന്റ്. നെക്സ്റ്റ്. ചില സാമ്രാജ്യങ്ങളെ വാളുകൊണ്ട് തോൽപ്പിക്കാം, ചില സാമ്രാജ്യങ്ങളെ പണം കൊണ്ടും. പക്ഷേ ഏണിഗ്രഹണം വർഷങ്ങളോളം ഒരായുധത്തെയാണ് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത്: ട്രോൾ. വർഷങ്ങളായി ഏണിഗ്രഹണത്തിൻ്റെ ഓരോ നീക്കവും ട്രോളിലൂടെ പരിഹസിച്ച ഒരേയൊരു യുവാവ് ദീപു ആലുവയിൽ താമസിക്കുന്നു. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. കണക്കുകളിൽ പിഴവ് കണ്ടെത്താൻ പഠിച്ചവൻ. പക്ഷേ ജീവിതത്തിൽ അവൻ കണ്ടെത്തിയത് കണക്കുകളിലെ തെറ്റുകളായിരുന്നില്ല, ആളുകളുടെ തെറ്റുകളായിരുന്നു. അതവൻ ട്രോളാക്കി. മോഹൻലാലിനോട് അമിതമായ ആരാധന, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് അനാവശ്യമായ പ്രതീക്ഷ, ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിനോട് യാതൊരു ദയവുമില്ല, ഏണിഗ്രഹണത്തിനോട് യുദ്ധം. ആര്യമ്പിള്ളിക്കാര് കൊണ്ട് ഹൗസ്ഫുള്ളാണല്ലോ. കുടുംബസംഗമം വല്ലതും ആണോ? ഈ കുടുംബസംഗമം ഒന്ന് ആലോചിക്കുമ്പോ തന്നെ ആ ബാംഗ്ലൂർസാര് കുറച്ചൊന്ന് പിന്നോട്ടിരിക്കുമോ? കാരണം നിങ്ങളെ കാണുമ്പോ പലതും ഇങ്ങനെ തേട്ടി വരും. അല്ല, ഈ കുടുംബസംഗത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായോ? അതെങ്ങനെയാ? സുരേഷ് ഏട്ടന്റെ കമ്മിറ്റി ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കഴിയണ്ടേ? ഇനി കുടുംബസംഘത്തിന്റെ അവലോകനം പറയാൻ അപ്പോട്ടുണ്ടാവോ? അതോ അന്നും കഥകളിക്ക് പോവോ? അല്ല, ഈ പുള്ളി ആയോണ്ടൊന്നും പറയാനും പറ്റില്ല. ഇന്ന് ഞാനിനിയിപ്പോ ആരും ട്രോളിനില്ല. എനിക്ക് അതിഗൗരവമായ ഒരു കർത്തവ്യമുണ്ട്. അയ്യോ, രമ്യോപ്പളെ ഞാൻ എന്തായാലും ട്രോളിനില്ല. ഓവർ ടൈം ഒക്കെ പണി ചെയ്യേണ്ടി വരും. അയ്യോ, ശരണ്യോപ്പളെ പിന്നെ ട്രോൾ ചെയ്യാൻ പ്രത്യേകിച്ച് ടൈമൊന്നും വേണ്ട. 5 മിനിറ്റ് ശരണ്യോപ്പളോട് സംസാരിച്ച കണ്ടന്റൊക്കെ താനേ വരും. വർഷങ്ങളായി കുടുംബത്തിലെ ജന്മദിനം, വിവാഹം, യാത്ര, ഓണം, വിഷു ഒന്നും ദീപുവിൻ്റെ ട്രോളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നില്ല. ചിലർ അവനെ കാണുമ്പോൾ ചിരിച്ചു, ചിലർ മ്യൂട്ട് ചെയ്തു, ചിലർ ലെഫ്റ്റ് അടിച്ചു, ചിലർ വാട്സപ്പ് തുറക്കാൻ പോലും മടിച്ചു. പക്ഷേ
ഒരാൾ മാത്രം ചിരിച്ചില്ല. അജിത, ഏണിഗ്രഹണത്തിൻ്റെ സ്ഥാപക. അവൾക്ക് ഈ ട്രോളുകൾ തമാശയായിരുന്നില്ല, അവ വിവരങ്ങളായിരുന്നു. മാഡം, ഇന്നത്തെ ട്രോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. ആരെയാ? ഒരു പ്രമുഖനെ കുറിച്ച്, പിന്നെ ഏണിഗ്രഹണം ഗ്രൂപ്പിനെ കുറിച്ചും ചെറിയൊരു ട്രോൾ ഉണ്ട്. കമൻസ് എത്ര? ഇപ്പോഴേക്കും 12 എണ്ണം. ഷെയർസ്? ഫാമിലി ഗ്രൂപ്പ് മുഴുവൻ. നിരീക്ഷണം തുടരൂ. ദീപു ഒരിക്കലും ഏണിഗ്രഹണം വെറും വാട്സപ്പ് ഗ്രൂപ്പാണെന്ന് വിശ്വസിച്ചിരുന്നില്ല. അവൻ്റെ വിശ്വാസം ഇതായിരുന്നു: ഏണിഗ്രഹണം ഒരു ഗ്രൂപ്പല്ല, ഒരു നെറ്റ്വർക്കാണ്. ഒരു ദിവസം ഈ നെറ്റ്വർക്ക് കേരളത്തിലെ ഓരോ ബാച്ചിലേഴ്സിൻ്റെയും പുറകെ വരും. അതിനു മുമ്പ് അവരെ നിർത്തണം. നിങ്ങളൊക്കെ ചിരിക്കല്ലേ, പക്ഷേ ഞാൻ പറയുന്നതിന് കാര്യമുണ്ട്. ആദ്യം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും, പിന്നെ നല്ല കുട്ടിയാ എന്നൊരു ഫോർവേഡ് വരും. അതിനുശേഷം ജസ്റ്റ് ഈ ഫോട്ടോ ഒന്ന് കണ്ടു നോക്ക്. അത് കഴിഞ്ഞാൽ പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് സംസാരിക്കേ. അതിനുശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ വെഡിങ് ആൽബം. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഈ ഏണിഗ്രഹണം അകത്തുനിന്ന് പൊളിക്കണമെന്ന്. സത്യങ്ങൾ ദീപുവിൻ്റെ ഈ വാക്കുകളെ ശരിവയ്ക്കുന്നു. അവൻ ഗ്രൂപ്പിൽ വന്ന പ്രപ്പോസലുകൾ രഹസ്യമായി പരിശോധിക്കുമായിരുന്നു. അവൻ്റെ ഉദ്ദേശം സ്വന്തം വിവാഹമല്ല, സംഘടനയുടെ രഹസ്യങ്ങൾ കണ്ടെത്തുക. കുഞ്ഞുണ്ണി, എന്നാ ഒരു പഴം കഴിച്ചോ? ഇല്ലെങ്കിൽ ഡയലോഗ് പറയാൻ സമ്മതിക്കില്ലല്ലോ. അതെ, നിനക്ക് വേലിയൊക്കെ ആലോചിച്ചു തുടങ്ങിയെന്ന് കേട്ടു. നല്ല കാര്യം. പക്ഷേ ഈ ശ്രീകുട്ടിയൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. എത്ര ആലോചന വന്നാലും ഇപ്പം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാൽ എനിക്ക് നിന്റെ അമ്മയുടെ ഓഫീസിലൊരു പെർമനന്റ് പാസ് എടുക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ബാബനെ, കഴിഞ്ഞ വിഷുവിനും ഇതേ ഡയലോഗ്, ഓണത്തിനും ഇതേ ഡയലോഗ്. ഞാനിനി ഇത് റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്താൽ മതിയോ? നീയെ കളിയാക്കിക്കോ. ശിവ കാരണവന്മാരെ, ഇവൻ അതിന് 12ാം ക്ലാസ്സും ഗുസ്തിയല്ലേ പഠിച്ചിട്ടുള്ളൂ, കോളേജൊന്നും പോയിട്ടില്ല. കണ്ടോ, ഇതാണ് പ്രശ്നം. ഈ ഏണിഗ്രഹണത്തിനെ ആരെങ്കിലും നിർത്തണം. ഇനി വേട്ട തുടങ്ങുന്നത് ഞാനാണ്. ഒരു ഗ്രൂപ്പ്, ഒരു അഡ്മിൻ, കുറച്ച് ബന്ധുക്കൾ, കുറച്ച് ജാതകങ്ങൾ, കുറച്ച് ഫോർവേഡ് മെസ്സേജ്. ഇതൊക്കെ കൊണ്ട് ദീപുവിനെ വീഴ്ത്താൻ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ശംഭോ മഹാദേവ. കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. വർഷങ്ങളായി കേരളത്തിലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ നിരീക്ഷിച്ച് അവരുടെ ജീവിതത്തിലേക്ക് നിശബ്ദമായി നുഴഞ്ഞു കയറിയ ഒരു സംഘടന ഏണിഗ്രഹണം. ആ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ചെറുപ്പക്കാരൻ അവരെ തുറന്നെതിർക്കാൻ തീരുമാനിച്ചു. അവരുടെ രീതികളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. അവരുടെ നീക്കങ്ങളെ പരിഹസിക്കാൻ തീരുമാനിച്ചു. ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ കെണിയിൽ വീഴ്ത്തിയ ആ സംഘടനയ്ക്ക് ആദ്യമായി ശക്തനായ ഒരു എതിരാളി വന്നിരിക്കുന്നു. അവൻ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ ചരിത്രം പറഞ്ഞിട്ടുള്ളത് സംഘടനകളെ മാറ്റിയത് എപ്പോഴും ഒറ്റയ്ക്ക് പോരാടിയ മനുഷ്യരാണെന്ന്. ദീപു
ഏണിഗ്രഹണത്തിനെതിരായി നടത്തിയ ആ പോരാട്ടത്തിൻ്റെ കഥ അത് വല്ലാത്തൊരു കഥയാണ്. അങ്ങനെ ഏണിഗ്രഹണത്തിൻ്റെ രഹസ്യം കണ്ടെത്താനുള്ള ദൗത്യം ദീപു ആരംഭിച്ചു. ഒരു സംഘടനയെ തോൽപ്പിക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ രീതികൾ മനസ്സിലാക്കണം. ആ രീതിയാണ് ദീപു തേടിയത്. എന്തല്ല മോനെ, ഇപ്പോഴൊക്കെ വിളിച്ചാൽ പോലും കിട്ടുന്നില്ലല്ലോ. വാട്സപ്പിൽ ലാസ്റ്റ് സീൻ പോലും ഇല്ല. എന്താ പരിപാടി? ആ ശ്രീകുട്ടി കുറച്ച് ബിസിയായിരുന്നു. കേരളത്തിൽ ഈ അവിവാഹിതരുടെ ഭാവി ഈ നോട്ട്ബുക്കിലാണ്. അതിന് ഇരിക്കേ, ഇന്ന് മുതൽ നീയും എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ. ഏണിഗ്രഹണം തകർക്കാനുള്ള ഫോർമുല? ഒരു സംശയം, ഈ ഏണിഗ്രഹണം ആളുകളെ വെറുതെ പിടിക്കണില്ല, തെരഞ്ഞു പിടിക്കുകയാണ്. അതിന് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ബാ നമുക്ക് ഫയൽ നോക്കാം. കേസ് 2967, ശരത് അരുമ്പിള്ളി. ഇവന് കല്യാണത്തിന് മുമ്പ് എന്തായിരുന്നു? കോഴി, വെറും കോഴി. എക്സാക്ട്ലി. വീക്ക്നെസ് അപ്പോ കോഴിത്തരം. റിസൾട്ടോ? ഓ, ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി. അതാണ്. കേസ് ക്ലോസ്ഡ്. നമുക്ക് അടുത്ത കേസ് നോക്കാം. 981 ശരണ്യ. ശരണ്യച്ചമ്മയ്ക്ക് ഇല്ലത്ത് തൊട്ടടുത്തുനിന്ന് വേലി കഴിക്കണം. അതും നഗരം നഗരം മഹാസാഗരം എന്ന് നാക്ക് കുഴയാണ്ട് പറയാൻ പറ്റണം. ഓ, ഇതുവരെ കേട്ടിന്റെ. വീക്ക്നെസ്, ഹോം സിക്നെസ്. കേസ് ക്ലോസ്ഡ്. അടുത്തത് കേസ് 1347 സുമി. സുമിച്ചമ്മയ്ക്ക് ഹസ്ബൻഡ് എപ്പോഴും കൂടെ ഉണ്ടാവണം. ഫോൺ വിളിച്ചാൽ അപ്പ കിട്ടണം. ഓ മൈ ഗോഡ്, ഇത് ഞാൻ പ്രതീക്ഷിച്ചതിലും ഭയാനകമാണ്. ഇതിന്റെ വീക്ക്നെസ് വേണ്ട. കേസ് ക്ലോസ്ഡ്. കണ്ട, എന്ത്? ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ്, പക്ഷേ അവസാനം ഒരേ റിസൾട്ട്, വേളി. അപ്പോ വീക്ക്നെസ്, സെലക്ഷൻ, പിന്നെ പ്രപ്പോസൽ, പിന്നെ മാരേജ്. ഇതാണ് ഫോർമുല. അപ്പോ ഫോർമുല കണ്ടുപിടിച്ച ഫോർമുല പൊട്ടും, ഏണീഗ്രഹണം തീരും. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. ദീപു, ഒരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്കച്ചാ. ഞാൻ ഈ ഗുരുവായൂർ പോകുമ്പോഴേ അതിന്റെ കൂടെ ഈ കൊട്ടിയൂരും മൂകാംബിക ഒന്നിച്ചൊരു ട്രിപ്പ് ആക്കിയ ട്രാവൽ ലാഭാവോ? അച്ഛാ, ഞാനിവിടെ കേരളത്തിലെ ഏറ്റവും വലിയ കോൺസ്പിറസി സോൾവ് ചെയ്തോണ്ടിരിക്കുക. ആ, അതൊക്കെ നടക്കട്ടെ. ഈ കോൺസ്പിറസി തീരുമ്പോ നീ ഉണ്ടോ കൊട്ടിയൂരിലേക്ക്? വരാം. ഇപ്പൊ ഒന്ന് പോവോ? ആ ശരി. അമ്മയെ കണ്ടായിരുന്നോ? ഇല്ല, ഞാനും അതാ അന്വേഷിക്കണേ. ആ കണ്ടാ പറയണേ, അമ്മോട് ചോദിക്കണം. അടുത്ത മാസം ശബരിമല പോണോ കാശിക്ക് പോണോന്ന്. അതെ, ഇല്ല, ആ പ്രപ്പോസൽ ഇന്ന് പറയണ്ട. ആദ്യം പെണ്ണിന്റെ അച്ഛനോട് സംസാരിക്കാം. അതെ, ജാതകം പിന്നെ നോക്കാം. അല്ല, ഫോട്ടോ ഇപ്പം അയക്കണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് മതി. ശരി. ഹലോ ഏജന്റ്, സോറി എടുത്തി, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം കേട്ടോ. ആ ഓക്കെ ഓക്കെ, ശരി. ഫോൺ ചാർജർ കേട്ടോ? ആ ഇട്ടു. ദീപു, ഈ ഫോൺ അടിച്ചാന്ന് പറയണം, ഞാനിപ്പോ വരാം. ശ്രീകുട്ടി എന്താ? കണ്ട? ഫോണല്ലേ? ഫോണല്ല, കേരളത്തിലെ ഏറ്റവും വലിയ രഹസ്യ സംഘടനയുടെ കൺട്രോൾ റൂം. അതിന് എനിക്ക് പാസ്വേഡ് അറിയൂ? അതാണ് മിഷൻ.
നിക്ക്. ഇത് സൂപ്പറാണ് കൂട്ടാ. നീ വീണ്ടും അങ്ങനെ തന്നെ ഒന്ന് നടക്ക്. ഞാൻ റീല് സ്റ്റാർട്ട് ചെയ്തില്ല. സുജാതോപ്പളെ, ഇത് റീലല്ല, ഇത് റെയ്ഡാണ്. ഇതെന്താപ്പത്? റെയ്ഡ് ആണെങ്കിൽ അതിലും വ്യൂസ് കിട്ടും. നീ ഒരു ഡയലോഗും കൂടെ പറ. ആഞ്ജനേയ സ്വാമി, ആ അൻവിയുടെ തള്ളു ഇത്രയും ശല്യം ഉണ്ടായിരുന്നില്ല. ഇതില് #, എന്താ ഇടേണ്ടത്? ഓപ്പറേഷൻ ഫോർമുല എന്നിട്ടാലോ? #, ഒന്നും വേണ്ട, ഇത് പോസ്റ്റും ചെയ്യണ്ട. എന്റെ കൊളപ്പരക്കാവിലമ്മേ, എന്താ ഇപ്പൊ ചെയ്യാ? തൽക്കാലം ഡ്രാഫ്റ്റായി സേവ് ചെയ്യാമല്ലേ? ഇതിന് പറ്റിയ ഒരു പാട്ടും കൂടി അയച്ചു തരണേ എന്റെ വാട്സാപ്പില്. ദീപു ഏണിഗ്രഹണത്തിൻ്റെ രീതികൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിച്ചു. ഇനി ആ രീതികൾ ശരിയാണോ എന്ന് പരിശോധിക്കണം. കാരണം സംശയം ഒരു അന്വേഷണത്തിൻ്റെ തുടക്കമാണ്, പക്ഷേ തെളിവ് അതിൻ്റെ അവസാനവും. അതുകൊണ്ട് ദീപു ആദ്യമായി ഫീൽഡിലിറങ്ങി. ഇത് തീർന്നില്ലേ? ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ മുന്നിലായിരുന്നല്ലോ. CA ഫൈനലിനേക്കാൾ കൂടുതൽ പഠിച്ചത് ഈ നോട്ട്ബുക്ക് ആയിരിക്കുമല്ലോ. CAക്ക് ബാലൻസ് ഷീറ്റ് മതി, പക്ഷെ ഇതിന് പാറ്റേൺ വേണം. എന്നിട്ട് ഇതുവരെ എന്താ കണ്ടുപിടിച്ചത്? വാ നോക്ക്, ഓരോ കേസും വേറെയാണ്. ഒരുത്തന് ഫോട്ടോ, മറ്റൊരുത്തന് കോഫി, പിന്നെ വേറെ ഒരുത്തന് അമ്പലം, വേറെ ഒരുത്തന് ഫാമിലി ഫങ്ഷൻ. പക്ഷേ അവസാനം എല്ലാവരും ക്ലോസ്ഡ്. ഇത് കോയിൻസിഡൻസ് അല്ല, ഇത് സിസ്റ്റമാണ്. ഇവിടെയാണ് എല്ലാവർക്കും തെറ്റണത്. ഏണിഗ്രഹണം പ്രൊപ്പോസൽ നോക്കണില്ല, ടൈമിംഗ് നോക്കണു. ആദ്യ കോണ്ടാക്ട്, അതാണ് അവരുടെ എൻട്രി പോയിന്റ്. അതൊന്ന് വൈകിപ്പിച്ചാൽ ഗെയിം ഡിലേ. എന്തൊരു ചെറുക്ക കിടന്ന് പോലമ്പണത്. ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര ലോജിക്ക് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ആരുടെ അടുത്ത് പരീക്ഷിക്കാനാ പോണത്? ഇന്നത്തെ ഓപ്പറേഷൻ ഫീൽഡ് ടെസ്റ്റ്. വാ. അയ്യോ, കൂളിംഗ് ഗ്ലാസ് ഊരിയിട്ട ഒബ്സർവേഷൻ കൂടുവോ? മിഷനിൽ ഡീറ്റെയിൽസ് പ്രധാനമാണ്. അതെ, അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. കണ്ണട ഊരുന്നത് ഇടുന്നതും കണ്ട ആടുതോമയാണെന്ന് തോന്നുന്നു. ഉറപ്പിക്കാവോ? ഊതല്ലേ, ഊതിയ തീപ്പൊരി പറക്കും. ദേ അവനെ കണ്ടോ? പുതിയ ഷർട്ട്, ഹെയർ കട്ട്, വാച്ച്, ഇതെല്ലാം കണ്ടിട്ട് എനിക്കൊരു സംശയം. എന്ത് സംശയം? വീട്ടില് ഏണിഗ്രഹണം സ്റ്റേജ് വേണം നടന്നുണ്ടാവും, ഫോട്ടോ വന്നുണ്ടാവും. ഓ പിന്നെ, അത് എങ്ങനെ അറിഞ്ഞു? ദാ ഇത് അവന്റെ ഫയലാണ്. ഇത് വെച്ച് ഞാൻ അവനെ സേഫ് ആക്കും. നോക്ക്, ഞാൻ പറയണത് കേൾക്ക്. റിപ്ലൈ കൊടുക്കാതിരിക്കണത് ഇതിനൊരു പരിഹാരമല്ല. നീ രാജ്യം വിട്, വല്ല ഇറ്റലിയിലോ ജർമ്മനിയിലോ അവിടെ എങ്ങാനും പോയിട്ട് മാത്സിലൊരു PhD എടുക്ക്. ഇന്ന് തന്നെ അപ്ലൈ ചെയ്യും. എന്നിട്ട് 3 മാസത്തെ നീ ഇവിടുന്ന് വിടണം. ഓ, ഇത് ഒരിക്കലും നിനക്കൊരു നഷ്ടമാവില്ല. ആ, നീയും വിട്ടോ. പഠിത്തം തീരാനൊന്നും നോക്കണ്ട. നീ ഓസ്ട്രേലിയക്ക് പോക്കോ. അവിടെ ആകുമ്പോൾ സൗത്രപ്പിളുണ്ട്, നീ സേഫാ. പിന്നെ പൈസയുടെ കാര്യമൊന്നും നീ ആലോചിക്കണ്ട, അതൊക്കെ നിന്റെ ഡാഡി നോക്കിക്കോളും. എന്തായാലും മൂപ്പര് പെയിന്റിങ് ലാൻഡ്മാർക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ പൈസ വെറുതെ കളയുന്നുണ്ട്. കേസ് അഭിജിത്ത് ആര്യമ്പിള്ളി, ഫസ്റ്റ് കോണ്ടാക്ട് ഡിലേഡ്, സേഫ്. നിങ്ങൾ കയറിപ്പോ മോനെ ദിനേശ. ഇനി ഉറപ്പാണ് ഏണിഗ്രഹണത്തിന്റെ അടുത്ത നീക്കം എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഓ, അവന്റെ ഒരു കോൺഫിഡൻസ്. ഇതെന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരാണ്. ഇനി കളികൾ വേറെ ലെവൽ. എന്താ മോളെ?
തൻ്റെ നിഗമനങ്ങൾ ശരിയാണെന്ന് മനസ്സിലാക്കിയ അവൻ്റെ ആത്മവിശ്വാസം കൂടി. അവൻ്റെ അന്വേഷണം മുന്നോട്ടു പോയി. ഓരോ ഫയലുകളായി തീർപ്പു കൽപ്പിച്ചുകൊണ്ട് അവൻ കേരളത്തിലെ ബാച്ചിലേഴ്സിൻ്റെ ജീവിതങ്ങൾ രക്ഷിച്ച് മുന്നേറി. അങ്ങനെ കേരളത്തിലെ ഒരുപാട് ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും ഫയലുകൾ ദീപു തൻ്റെ അന്വേഷണത്തിലൂടെ അടച്ചുകൊണ്ടിരുന്നു. ഓരോ കേസും ഓരോ പാറ്റേണും അവന് ഇപ്പോൾ വ്യക്തമായിരുന്നു. അവസാനം അവൻ്റെ മുന്നിൽ ഒരു ഫയൽ മാത്രം ബാക്കി. കേസ് നമ്പർ AP4100. ആ ഫയലിൻ്റെ പേര് അവൻ അറിയില്ലായിരുന്നു. ആ ഫയലിനുള്ളിലെ അപകടം അവൻ തിരിച്ചറിഞ്ഞില്ല. ടേക്ക് 1. ഹലോ, എൻ്റെ പേര് കൈതക്കൽ ദീപു CA. കേട്ടിട്ടുണ്ടാവും ഒരുപാട്. ഏണിഗ്രഹണത്തിൻ്റെ പെട്ടിയിൽ അവസാന ആണി അടിക്കാൻ എനിക്ക് തൻ്റെ സഹായം വേണം. ക്യാൻ വി മീറ്റ്? കേസ് AP4100. റിസ്ക് അസസ്മെൻറ്റ് പെൻഡിങ്. ദീപക് കൈതക്കൽ CA അല്ലേ? ആരിത്? അതെ, ആരതി? അറിയാം, എനിക്കറിയാം. അറിയണല്ലോ. നിങ്ങളെ കുറിച്ചും ഒരുപാട് കേട്ടിരിക്കുന്നു. ട്രോളുകളാവും. ട്രോളോ എന്നുവെച്ചാ? അത് പോട്ടെ. നിങ്ങൾ ഈ പറയുന്ന ഏണിഗ്രഹണം ഇത്ര അപകടകാരിയാണെന്ന് എങ്ങനെയാ പത്ര ഉറപ്പിക്കുക? ഫിനാൻസിൽ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ കേട്ടിട്ടുണ്ടോ? ഓഫ് കോഴ്സ്, റിസ്ക് സ്പ്രെഡ് ചെയ്യാനല്ലേ? എക്സാക്ട്ലി. ഏണിഗ്രഹണവും അതാണ് ചെയ്യണത്. ഒരൊറ്റ വഴി ഒരിക്കലും ഉപയോഗിക്കില്ല. ആദ്യം ഒരു ഫോട്ടോ, പിന്നെ കോഫി, പിന്നെ ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ ഓരോ സ്ട്രാറ്റജിയും ഓരോ അസറ്റ് ക്ലാസ്. ഓഹോ, അപ്പോ യു മീൻ റിസ്ക് മാനേജ്മെന്റ്? എക്സാക്ട്ലി. പോർട്ട്ഫോളിയോ റീബാലൻസിങ്, ഓരോ ആളിനും ഓരോ സ്ട്രാറ്റജി. എക്സാക്ട്ലി. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, ക്വിക്ക് റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കാതെ. എക്സാക്ട്ലി. കോമൺ ഗ്രോത്ത്, ഓരോ ചെറിയ ഇന്ററാക്ഷനും വാല്യൂ കൂട്ടിക്കൊണ്ടിരിക്കും. എക്സാക്ട്ലി. ഇന്നലെ ഒന്ന് മുടിയിട്ടപ്പോഴേക്കും മുഖത്തിനൊക്കെ ഒരു തെളിച്ചം വന്ന പോലെ. അല്ല, അത് ഹെയർ കട്ടിൻ്റെ ആവില്ല, ഫേഷ്യൽ ചെയ്തതിൻ്റെ ആയിരിക്കും. ജിമ്മിലൊക്കെ പോയി 2 ദിവസം കൈയൊക്കെ കുറച്ച് ഷേപ്പായിട്ടുണ്ട്. കുഴപ്പമില്ല. ഈ ചോക്ലേറ്റ് എവിഡൻസ് അയക്കാം. പ്രൊഫഷണൽ അപ്പിയറൻസ് വളരെ പ്രധാനമാണ്. അജിതേ, ഇക്കൊല്ലത്തെ ട്രിപ്പ് ചാർധാം പോണോ അതോ കൈലാസത്തേക്ക് പോണോ? ഒരു 5 മിനിറ്റ് നിൽക്കൂ, ഇവിടെ ഒരു കേസ് ക്ലോസ് ആവാനുണ്ട്. അമ്മേ, ഒരു കാര്യം പറയണ്ടായിരുന്നു. പറ. അതൊരു ഫിനാൻഷ്യൽ ഡിസ്കഷന് പോയതായിരുന്നു. എന്നിട്ട്? ഡിസ്കഷൻ നന്നായിരുന്നു. നല്ല അനലിറ്റിക്കൽ മൈൻഡാണ്. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞപ്പോൾ അപ്പം തന്നെ പിടിച്ച് പോർട്ട്ഫോളിയോ റീബാലൻസിലേക്ക് എത്തി. കോമ്പൗണ്ട് ഗ്രോത്ത് വരെ ഞാൻ പറയാതെ പറഞ്ഞു. നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. പൊട്ടൻഷ്യൽ ആണോ? അല്ല, അതായത് CA പൊട്ടൻഷ്യൽ. അമ്മ എന്താ വിചാരിച്ചത്? AP4 ഫയൽ നമ്പർ AP4100. ആരതി പടിഞ്ഞാറ്റേരി, ഏജ് 26, ഹൈറ്റ് 5 അടി 5 ഇഞ്ച്, പ്രൊഫഷൻ ഫിനാൻസ് ലോയർ, ഇല്ലം പടിഞ്ഞാറ്റേരി, അമ്മാത്ത് മൂത്തടം. കറന്റ് ലൊക്കേഷൻ ട്രാവലിംഗ് ഫ്രം കടവന്തര ടു പാലാരിവട്ടം.
Status under close observation. അതെങ്ങനെ അമ്മ ഈ ഫയല്? നീ എന്ത് വിചാരിച്ചു ഈ അമ്മയെ പറ്റി? നിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ശരിയായിരുന്നു മോനെ. ഈ ഏണിഗ്രഹണം വർക്ക് ചെയ്യുന്നത് ഒരു ഫോർമുല വെച്ചാണ്. ആ ഫോർമുല നീ കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷെ നീ എന്ത് വിചാരിച്ചു AP4100 നിന്റെ അവസാനത്തെ ഫയലാണെന്നോ? നീ കണ്ടുപിടിച്ച അതേ ഫോർമുല നിന്റെ അടുത്ത് ഞാൻ പ്രയോഗിച്ചിരിക്കുന്നു. നിന്റെ വീക്ക്നെസ് ആദ്യം മനസ്സിലാക്കി, പിന്നെ നീ പോലും അറിയാതെ നിന്റെ മുന്നിലേക്ക് വന്നെത്തിയ ഫയൽ AP4100 ആരതി പടിഞ്ഞാറ്റേരി. ആഞ്ജനേയ സ്വാമി. എപ്പോഴത്തെ പോലെ എന്റെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ. നീ ക്ലോസ് ചെയ്തെന്ന് വിശ്വസിക്കുന്ന ഓരോ ഫയലും ഓസ്ട്രേലിയയിലേക്കും ജർമ്മനിയിലേക്കും അങ്ങ് ഉഗാണ്ടയിലേക്കും കയറ്റിവിട്ട് രക്ഷിച്ചു എന്ന് നീ കരുതുന്ന ഓരോ ഫയലും എപ്പോൾ എവിടെ വെച്ച് റീഓപ്പൺ ചെയ്യണമെന്ന് ഈ അമ്മയ്ക്കറിയാം. Control. Close the file AP4100. Operation Trollum completed. എല്ലാവരും കഴിക്കാം.